ഗൈസ്, ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്, അരീക്കോട്ടിലേക്ക്. ഇന്ന് ഉമ്മാനോടും ഉപ്പാനോടൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്. ഒരു സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് കേട്ടോ. പിന്നെ എനിക്ക് ചെറിയൊരു ആവശ്യം കൂടെ ഉണ്ട് അങ്ങോട്ട് പോകേണ്ട. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അഞ്ചൂട്ടുണ്ട് ഇവിടെ ഉണ്ടോ? അഞ്ചൂട്ട് ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് പോട്ടെ. ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാട്ടോ. ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഒരു ഇടുങ്ങിയ റോഡും ഒരു ബസ്സും. ആ ബസ് ചെറിയ ചാറ്റൽ മഴേൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഞ്ചുട്ടൻ എന്തേലും പറ. നമ്മള് ബേബിയെ ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് എന്തേലും പറ. നമ്മള് വെള്ളേരി വീട്ടിക്ക് പോവാണ് പറ. വെള്ളേരി വീട്ടിക്ക്. അപ്പൊ മഴ ഉണ്ട് കേട്ടോ. നോക്കൂ, നല്ല ഭംഗിയുണ്ട്. ഗ്ലാസ് ഒക്കെ കണ്ടോ, തുടച്ചു. വിജൃംഭിച്ച റോഡ്. അപ്പോൾ ഞാൻ എപ്പോൾ വീട്ടിലേക്ക് ഫോൺ വിളിക്കുമ്പോഴും ഉമ്മ ചോദിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടോ അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നേന് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോണത് ഉമ്മാനോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങോട്ട് എപ്പോഴാണ് വരിക. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഇനി വരുള്ളൂ അങ്ങനെ പറഞ്ഞ് വെച്ചേക്ക് കേട്ടോ. ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. റോഡൊക്കെ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ റോഡൊന്നും നനഞ്ഞിട്ടില്ല, മഴയില്ല. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അവിടെ മഴ. അത് ഞങ്ങൾ നേരിട്ട് ഇങ്ങനെ കാണുകയാണ്. അപ്പുറം മഴ ഇപ്പുറം മഴയില്ല. പക്ഷെ അത് നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. നൈസായിരുന്നത്. സുഹൃത്തുക്കളെ കണ്ടോ, കുറച്ചുകൂടെ പോന്നപ്പോ പിന്നെ മഴ ഇത്. ഇനി കുറച്ച് കഴിയുമ്പോ മഴ ഉണ്ടാവൂല അല്ലേ? മഴ പെയ്യ, വേറെ സ്ഥലത്ത് എത്തുമ്പോ മഴ ഇല്ല. ഇപ്പൊ ഇന്നലെ നമ്മളെ വീടിന്റെ അടുത്ത് അതാ ഇപ്പൊ കണ്ടോ, ഇപ്പൊ മഴ ഇല്ല. അപ്പോഴത്തേനും റോഡ് ഇങ്ങനെ പോരുന്ന വഴിയിൽ തന്നെ മഴയില്ല അങ്ങനെ ആവുക. അവിടൊക്കെ റോഡ് ഉണങ്ങിയിട്ട് ഇന്നലെ നമ്മളെ വീടിന്റെ അപ്പുറത്തെ സ്ഥലത്ത് മഴ പെയ്യുന്ന, ഇപ്പുറത്തേക്ക് മഴയില്ല. റോഡിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് റോഡിന്റെ വലത്ത് ഭാഗത്ത് മഴ പെയ്യുന്ന, അടുത്ത ഭാഗത്ത് മഴയില്ല. അതെ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ അപ്പുറത്ത് മഴ ഉണ്ട്, ഇപ്പുറത്ത് മഴ ഇല്ല. അങ്ങനെ ഞങ്ങൾ പോരുമ്പോ ചില സ്ഥലത്ത് മഴ ഉണ്ട്, ചില സ്ഥലത്ത് മഴ ഇല്ല. അതുകൊണ്ടോ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ട് അതുകൊണ്ട് ഗൈസ് നല്ല മഴ പെയ്തിട്ട് ഇവിടെയൊക്കെ വെള്ളം. ഇത് കാണില്ല കേട്ടോ, ക്ലിയർ ഇല്ല. ഈ ഡോറ് കണ്ടോ, അതൊക്കെ പാടാണ് കേട്ടോ. വെള്ളം
എന്നാ എന്നെ ഇവിടെ കൊണ്ടുപോവുക ലോറി ഓടിക്കാൻ? അൻകാക്ക ഒന്നും വേണ്ടൂലേ? ഇടയ്ക്ക് അങ്ങാടി വളവും തിരിവൊക്കെ എല്ലായിടത്തുനിന്ന് അതാ പറയാ ആള് മാറാത്തൊരു അങ്ങാടിയാണ്. നമ്മളെ കീശേരി പോലത്തെ ഒരു അങ്ങാടി അത്. കീശേരി അങ്ങനെ ആള് മാറൂല, ചെറിയ റോഡാ കേട്ടോ. അതുകൊണ്ടാ അനക്കാക്ക മിണ്ടാത്തത് അല്ലേ? ബാസിൽ സ്റ്റോപ്പ്, നിർത്ത് സ്റ്റോപ്പ്. കാറ് പോവട്ടെ എന്നിട്ട് പോവാന്ന്. അത് മനസ്സിലായോ പറയണത്? എങ്ങനെ കുഞ്ഞാ പറഞ്ഞ? എന്നിട്ട് പോവാ. കാറ് പോവട്ടെ. സ്റ്റോപ്പ്, നിർത്ത്. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ല. എന്താ ലോറിയേ നിങ്ങളല്ലേ പറഞ്ഞ ഏതൊരു ഫ്രണ്ടിന്റെ അടുത്ത് ലോറി ഉണ്ട് എന്നോ ഓടിക്കാന്നോ അതിൽ കൊണ്ടുപോവാന്നോ എന്തൊക്കെ പറഞ്ഞല്ലോ. അത് പറയും. അതെന്നാ സമയം ഇന്ന് നാളെ മറ്റന്നാള് പറഞ്ഞിട്ടുള്ള സമയമൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം, അല്ലാതെ അങ്ങനെ നീട്ടി കൊണ്ടുപോകലല്ല. ഞാൻ ഇതുവരെ ലോറിയിൽ കയറിയിട്ടില്ല. ലോറി കയറാൻ നല്ല ആഗ്രഹമുണ്ട്. നല്ല കുത്തിക്കുലുക്കം. ഇപ്പൊ സമയം എത്രയായി അറിയോ? സമയം 3:33. നിങ്ങൾ ചോറുന്നോ? ഞാൻ ചോറ് തിന്നിട്ടില്ല സുഹൃത്തുക്കളെ. ഞാൻ ചോറ് തന്നെ. ഉമ്മ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ അത് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പോരുക. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശപ്പുണ്ട്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അഞ്ചൂട്ടനും അനക്കാക്കയും കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം. ഉമ്മ ഉണ്ടാക്കിയത്. ചിലപ്പോൾ ഞങ്ങൾ അരീക്കോട് എത്തുമ്പോഴത്തേനും ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാവും നിച്ചുട്ടിന്റെ സ്കൂള് വിടുക. അപ്പൊ നമുക്ക് അത് 4 മണിയൊക്കെ ആവുമ്പോ എത്തണേലും നമുക്ക് ഓളുടെ അടുത്ത് പോവാം, നിച്ചുവിന്റെ അടുത്ത് പോവാം കേട്ടോ. പാലം കിട്ടൂല. അപ്പൊ ആയിക്കൂടെ പോയാലോ? വന്നാലോ? മാവൂർ വഴി. ഇതെന്താ ഈ ബുൾജറ്റോ? അല്ലല്ല, അങ്ങനെ ഒരു വണ്ടി ഉണ്ടല്ലോ ഈ ബുൾജറ്റിന്. അതുകൊണ്ട് അപ്പൊ വിച്ചുട്ടിനെ കാണാണെങ്കിൽ വിച്ചുവിനെ പിക്ക് ചെയ്യാം. ഇതാണോ? ഞങ്ങൾ പോണ വഴിയിൽ പുഴയൊക്കെ ഉണ്ട്, ചാലിയാറ്. കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ കാലിക്കറ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് മലപ്പുറം അല്ലേ? ഞങ്ങൾ മലപ്പുറത്തേക്ക് കിടന്നു. ഇനി അങ്ങോട്ടുള്ള മണ്ണ് മൊത്തം മലപ്പുറം അല്ലേ? കോഴിക്കോട് കഴിഞ്ഞു. ഇനി മലപ്പുറത്ത് എത്തിയിട്ട് കാണിക്കല്ലേ. അരീക്കോട് ഇതൊക്കെ നമുക്ക് വലിയ പെരുന്നാൾക്ക് അറക്കാനുള്ള ബീഫാണെന്നാണ് തോന്നുന്നത്. ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ നാടെത്തിയിരിക്കുകയാണ്, വെള്ളേരി. ഇതാണ് എൻ്റെ നാട്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ യാത്ര ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിലങ്ങോട്ട് പോയിട്ടാട്ടോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി. വീടെത്താനായപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ആനക്കാക്ക എന്നോട് പറഞ്ഞു, ഈ ഫസ്റ്റ് ഇറങ്ങിയിട്ടേക്ക് നടന്ന് ആരും കാണാതെ വീട്ടിലേക്ക് കയറിക്കോ, അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി വിട്ട് പോയിക്കോളാം, ഈ വന്നിട്ടില്ല എന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വിശ്വസിച്ച സുഹൃത്തുക്കളെ എന്നെ ചതിച്ചു. എൻ്റെ വഴിയിലിറക്കിയിട്ട് ആനക്കാക്ക ഒറ്റയ്ക്ക് ഓടിപ്പോയി. അപ്പോൾ എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഞാൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. സർപ്രൈസ് ആയോ? ആയോ? എന്താ തോന്നണത്? നിങ്ങൾ സർപ്രൈസ് ആയോ അമ്മ? ഞങ്ങൾ വന്നത് എന്ത്? ഞങ്ങളെ കാണാൻ വരാന്നൊക്കെ ഇനി കോഴിക്കോട്ടേക്ക് അതില്ല. അപ്പോൾ ഇവര് ഞങ്ങളെ കാണാൻ വരാൻ നിൽക്കുന്നു കേട്ടോ നാളെ. അപ്പോഴാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവർ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അല്ലേ? പക്ഷെ അത് സമ്മതിക്കണില്ല അല്ലേ? ഓക്കേ. വണ്ടി ലോക്കാക്കിയാളി. ഞങ്ങൾ പോയേരാ. അസ്സലാമു അലൈക്കും. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്ന് എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം, കോഴിക്കോട്ടേക്ക് കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. അതിനാട്ടിലും സോഫ്റ്റ് നമ്മള് അരി പൊടിപ്പിച്ച് വറുത്താല് നല്ല ടേസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മളെ അരീക്കോട് ടൗണ്. കോഴിക്കോടുണ്ടോ ഇത്രയും നല്ല അടിപൊളി ടൗണ്? ഇല്ലല്ലോ. നല്ല അടിപൊളി ടൗൺ. എന്തൊരു ഭംഗിയുണ്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. വാവ്. ആ വൈപ്പർ വന്നിട്ടാണ് ക്ലിയർ ആയിക്കോളും. വൈപ്പർ ഇടേ. അഞ്ചൂട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിക്കണ് ഉണ്ടോ?
അപ്പോൾ ഗൈസ് ഞങ്ങളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനുകാക്ക യമ്മിൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ അതും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഞങ്ങൾ യമ്മിയൊക്കെ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടിലേക്ക് പോയത് കേട്ടോ. ഇത് അരീക്കോട്ടം തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യമ്മി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ KFC ഒരു പ്രാവശ്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം യമ്മിയാണ് കേട്ടോ. KFC എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്, പക്ഷേ യമ്മി അടിപൊളിയാണ് കേട്ടോ. കല്യാണത്തിന് പോവാണ്. ഇതാണ് അയ്യപ്പ തന്നെ നമ്മള് പോവാണ്. കാറില് പോവാണ്, ഞങ്ങള് പോവാണ് കല്യാണത്തിന്. പറയും പറ. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാണ് അല്ലേ? രണ്ട് കല്യാണം ഉണ്ട്. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാ. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് അവിടെ ഉള്ള ഒന്നും കാണിച്ചു തരാൻ പറ്റൂല, കാരണം എനിക്ക് ഭയങ്കര മടിയാ വീഡിയോ എടുക്കാന്. ഇവിടുത്തെ എന്റെ മരുവോളെ മോളെ കല്യാണം. അതെ, ഇപ്പൻ്റെ മരുവോളെ മോളെ കല്യാണം. ഇപ്പൻ്റെ മരുവോള് ഞാനല്ലേ, അത് വേറെ പെങ്ങളെ മോള്. എനിക്ക് മരുമകൾ മറ്റു മരുമകൾ. അങ്ങനെ ഞാൻ കല്യാണപ്പുറയിലൊക്കെ എത്തി. ഇതാണ് കേട്ടോ കല്യാണ വീട്. നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്, ലൈറ്റൊക്കെ വെച്ചിട്ട്. പിന്നെ അംജൂട്ടൻ, ഞാൻ അവിടെ അങ്ങനെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ അംജൂട്ടൻ മണവാട്ടിൻ്റെ അടുത്ത് സ്റ്റേജിൽ പോയി ആൾക്ക് കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കുറേ പിള്ളേരെ സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കൂടെ ഇങ്ങനെ കളിച്ച് സ്റ്റേജിൽ ഇങ്ങനെ, പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ അവിടെ കയറി മറിഞ്ഞ് എന്തൊക്കെയോ കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.